ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ആഘോഷിക്കപ്പെടുന്നതിനും അപ്പുറം രചനയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള പ്രവർത്തനങ്ങൾ കൂടി പുതുതലമുറയിൽ വളർത്താനുള്ള ശ്രമങ്ങൾ അധ്യാപകർ ഏറ്റെടുക്കണമെന്ന് സാഹിത്യകാരൻ VR സുധീഷ് കോഴിക്കോട് സിറ്റി ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിതിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് സിറ്റി ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യയുടെ പ്രവർത്തനോദ്ഘാടനവും സ്കൂൾ കോർഡിനേറ്റർമാർക്കുള്ള ശില്പശാലയും ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. സാഹിത്യകാരൻ VR സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ബഷീർ ദിനം ഒരു പാത്തുമ്മയുടെ ആടിലൊതുങ്ങുന്ന ആഘോഷമായി മാത്രം നടക്കുന്ന വിദ്യാലയങ്ങളിൽ പലപ്പോഴും ആഴത്തിലുള്ള വായന സാധ്യമാണോ എന്ന അന്വേഷണം നടക്കുന്നില്ലെന്നും ഈ സ്ഥിതി മാറാൻ അധ്യാപകർ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സാഹിത്യ നഗരമായി മാറിയ കോഴിക്കോട് പ്രശസ്തരും വളർന്നു വരുന്നവരുമായ സാഹിത്യകാരന്മാരും കലാകാരന്മാരും നൽകിയ സംഭാവനകൾ മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതിനപ്പുറത്തൊരു വായന സാധ്യമാണോ എന്നുള്ള അന്വേഷണം പലപ്പോഴും പല സ്കൂളുകളിലും, എല്ലാ സ്കൂളും സംബന്ധിച്ചും പറഞ്ഞില്ല, പലപ്പോഴും ചില വേദികളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുക അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. പരിപാടിയിൽ സിറ്റി AEO ജീജ K അധ്യക്ഷയായിരുന്നു. ചടങ്ങിൽ വെച്ച് ഫോറം കൺവീനർ മനോജ് VP, ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കോർഡിനേറ്റർ സിസ്റ്റർ തെരേസ, സ്കൂൾ PTA പ്രസിഡന്റ് അരുൺ, സിറ്റി വിദ്യാരംഗം കോർഡിനേറ്റർ നിഷ R തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാരംഗം സബ് ജില്ലാ കോർഡിനേറ്ററായിരുന്ന P രമാദേവി ശില്പശാല നയിച്ചു. അധ്യാപകരായ സുമംഗലി, അനുപമ, ഇന്ദിര എന്നിവർ കവിതകളും നാടൻ പാട്ടും അവതരിപ്പിച്ചു. ഈ അധ്യയന വർഷം വിദ്യാരംഗം ഏറ്റെടുക്കേണ്ട പ്രവർത്തന പദ്ധതി ആസൂത്രണം ചെയ്താണ് യോഗം അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓളപ്പരപ്പിൽ ആവേശം വിതച്ച് കയാക്കിങ്ങിന് തുടക്കം. മീൻതുള്ളിപ്പാറയിൽ